ഹലോ കൂട്ടുകാരെ, നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു, നമ്മുടെ കയ്യിൽ ട്രാക്കിംഗ് മാർക്കൊക്കെ ഇട്ടിട്ട്. അതിന് ശേഷം അത് ഞാൻ ആഫ്റ്റർ എഫക്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു സ്പെസിഫിക് പോർഷൻ മാത്രം ഞാനത് കട്ട് ചെയ്ത് ബ്ലണ്ടർ 3D ഉപയോഗിച്ചാണ് നമ്മളിത് ട്രാക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ആ ഒരു പോർഷൻ മാത്രം എക്സ്പോർട്ട് ചെയ്തു. അതിനുശേഷം നേരെ ബ്ലണ്ടറിലേക്ക് വന്നിട്ട് നമ്മുടെ മോഷൻ ട്രാക്കിൻ്റെ ലേഔട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്തു. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ ഫ്രെയിം റേറ്റും റെസൊല്യൂഷനും നമ്മൾ ഈ ബ്ലണ്ടറിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നു. ഈ ഓരോ പോയിൻറ്റും സെപ്പറേറ്റ് ട്രാക്ക് ചെയ്യുന്നു. അതിനുശേഷം ക്യാമറ സോൾവ് കൊടുക്കുന്നു. അതിനുശേഷം കീബോർഡിലെ എ പ്രസ് ചെയ്ത് ട്രാക്ക് പോയിൻ്റ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒബ്ജക്റ്റ് കൺസ്ട്രെയിൻ പോയിട്ട് ക്യാമറ സോൾവ് ആഡ് ചെയ്യുക. അതിനുശേഷം നേരെ ഈ ജോമെട്രിക് ടാബിൽ പോയിട്ട് 3D മാർക്ക് ടു മെഷ് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ ഒബ്ജക്റ്റ് സോൾവർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റ് ആക്കി കൊടുക്കുക. ക്യാമറയും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റ് ഇൻവേഴ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോ നമ്മുടെ വ്യൂ പോർട്ടിൽ കാണാനായിട്ട് ഈ സീൻ സെറ്റപ്പിൽ പോയിട്ട് സെറ്റ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറയുടെ പ്രോപ്പർട്ടീസിൽ പോവുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ഒപ്പോസിറ്റി 1 ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വോൾവറിൻ ഗ്ലോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഈ ട്രാക്കിംഗ് മാർക്കിൻ്റെ പൊസിഷൻ ആ ഒരു ലൊക്കേഷനിലേക്ക് തന്നെ കൊണ്ടുവെക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. Ctrl+D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒരു 3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം ഈ 3 ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാക്കിംഗ് മാർക്കിലേക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കുക. Ctrl+P അടിച്ച് പേരൻറ്റ് ചെയ്യുക. അതിനുശേഷം ടെക്സ്ചറൊക്കെ കൊടുത്തതിന് ശേഷം ഇത് PNG ആയിട്ട് റെൻഡർ ചെയ്ത് ആഫ്റ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അതേ ഫ്രെയിം റേറ്റ് തന്നെ ഈ ഒരു PNG സീക്വൻസിനും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ട്രാക്കിംഗ് മാർക്ക് റിമൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആഫ്റ്ററിൽ തന്നെ വരുന്നൊരു പ്ലഗിനാണ് മോക്ക. അതിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണിത്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഈ ഒരു 1 മാർക്ക് മാത്രം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ട്രാൻസ്ഫോം മാത്രം ടിക്കറ്റ് ചെയ്തതിനു ശേഷം ട്രാക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ ഒരു ക്രിയേറ്റ് AE മാസ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാസ്ക് നമ്മളിപ്പോൾ ഒരു ട്രാക്ക് ചെയ്തത് ഒരു മാസ്കായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഞാൻ ഈ വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തായിരുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും, ഒന്ന് എഫക്റ്റുള്ള ലെയറും താഴത്തത് എഫക്റ്റ് ഇല്ലാത്തതും അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ഈ താഴത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാക്ക് മാറ്റ് മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ട്രാക്ക് മാറ്റ് ഇൻവേർട്ട് ആക്കി കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ കണ്ടൻറ് അവെയർ ഫിൽ അപ്ലൈ ചെയ്യുന്നു. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിലേക്ക് ആൽഫ എക്സ്പാൻഷൻ ഒരു 5 ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫിൽ മെത്തേഡ് എഡ്ജ് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് റേഞ്ച് വർക്ക് ഏരിയ ആക്കി കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ഫിൽ ലെയർ കൊടുക്കുക. ഇത് മൊത്തം നമ്മൾ ഈ മാർക്കെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഇത് കൊടുക്കാൻ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മാർക്ക് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇത് 2-3 മിനിറ്റ് എടുക്കും ഇത് ഫുൾ പ്രോസസ്സ് കഴിയാൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിംഗ് മാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാർക്കും നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ കുറച്ച് കളർ കറക്ഷനൊക്കെ ചെയ്തിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തവും ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
കാരണം അത് കുറേ സമയമെടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.